ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി ഗ്രന്ഥം അധ്യായം 15:1 ദൈവം എബ്രഹാമിന് ദർശനം നൽകിക്കൊണ്ട് പറയുന്നു, എബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ പരിചയമാകുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? കാരണം അധ്യായം 14 നമ്മൾ വായിച്ചു കേട്ടു, എബ്രഹാം ലോത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി 4 രാജാക്കന്മാരുടെക്കെതിരെ പോയി പോരാടി യുദ്ധം ജയിച്ചു തിരിച്ചു വന്നു. അപ്പോൾ തീർച്ചയായിട്ടും എബ്രഹാം അവരിൽ നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം എബ്രഹാമിന് ദർശനം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ദൈവം ഇങ്ങനെയാണ് ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഉദാഹരണത്തിനായിട്ട് അപ്പോസ്തല പ്രവർത്തനം അധ്യായം 18:9-10 അവിടെ ദൈവത്തിന് വരാൻ പോകുന്ന കാര്യം അറിയാമായിരുന്നു. യഹൂദർ പൗലോസ്ലീഹയ്ക്കെതിരെ തിരിയും, ആക്രമിക്കും. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം പൗലോസ്ലീഹനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ വിജാതിയുടെ ഇടയിൽ പോയി പ്രസംഗിക്കുക. വീണ്ടും നമ്മൾ വായിച്ചു കേൾക്കുന്നു അപ്പോസ്തല പ്രവർത്തനം 27, 23, 24 അവിടെ പൗലോസ്ലീഹയെ ഒരു കപ്പലിൽ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്, ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കുവാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിനറിയാമായിരുന്നു കപ്പൽ മുങ്ങും, ചക്രവർത്തിയുടെ മുമ്പിൽ പോകുന്ന പൗലോസ്ലീഹയ്ക്ക് പേടിയുണ്ടാവും. അപ്പോൾ ദൈവം വീണ്ടും ഒരു മാലാഖയെ അയച്ചുകൊണ്ട് പൗലോസ്ലീഹയോട് പറയുകയാണ്, പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ ചേർന്ന് നിൽക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർക്കുക, ദൈവം നമ്മൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഈ വചനം നമ്മളോട് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ.